എല്ലാവർക്കും കൂട്ടാഞ്ചേരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. സാധാരണ നിങ്ങളോട് ഞാൻ ഡിഷ് എന്താണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറ്. ഇന്ന് നമ്മളിവിടെ ഒരു ചേട്ടൻ ഇവിടെ മീൻ പിടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ മീനാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ളൊരു ഡിഷാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടൻ മീൻ പിടിക്കുന്നിടത്തേക്ക് പോകാം. അപ്പോൾ ചേട്ടൻ ഇവിടെ വല വീശുന്നുണ്ട്. നമുക്ക് എന്ത് മീനാണ് കിട്ടണേന്ന് നോക്കാം. അതനുസരിച്ച് നമുക്ക് എന്നിട്ട് ഐറ്റം ഇന്ന് കുക്ക് ചെയ്യാം. ഈ വലയിൽ എന്തൊക്കെ മീനാ കിട്ടിയെന്ന് നോക്കാം. കാരി, വരാല്, കാരിയുണ്ട്, വരാലുണ്ട്, ഗൗര, കറുപ്പ ഉണ്ട്, ചെമ്പല്ലി. മീൻ ഈ ബക്കറ്റിലേക്ക് ഇടാം. വരാലുണ്ട്, കാരിയുണ്ട്, വലിയ മീൻ മാത്രം, ബ്രാല് മാത്രം ഇത്തിരി കുഴപ്പമുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഈ മീനിനെ ഒരു ഇത്തിരി വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ മീൻ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ പലതരം മീനുകളാണ് ഇതിലുള്ളത്. ഇതിൽ കാരിയുണ്ട്, ബ്രാലുണ്ട്, അതേപോലെ കറുപ്പയുണ്ട്. അപ്പോൾ ഈ മീനുകളെല്ലാം ചേർത്തിട്ട് വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ തേങ്ങാപ്പാലിൽ പൊള്ളിച്ചെടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വാഴയിലയിൽ പൊള്ളിക്കുന്ന രീതിയിലല്ല, അല്ലാതെ നമ്മൾ തേങ്ങാപ്പാലിൽ പൊള്ളിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിരിക്കുകയാണ്. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വെച്ചു. ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളക്, അത് ചെറുതായിട്ടിങ്ങനെ കീറിയിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ ബ്രൗൺ നിറമായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ മതിയാവും. ഇത്രയും ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ നമ്മൾ ഇതിൽ തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളിയുടെ പുളി മതി എന്നുള്ളവർ അത് ചേർത്താൽ മതി. ഒരല്പം കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുടംപുളി, ഒരു 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ട് അതുകൂടി ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ കഷ്ണങ്ങളൊന്ന് നന്നായിട്ട് വേകണം. അപ്പോൾ നമ്മുടെ മീൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ 2ാം പാൽ നല്ലപോലെ കുറുകി. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ സൈഡും. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ ഒരു തിളയ്ക്കൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. 1ാം പാൽ ഒഴിച്ചാൽ നമുക്ക് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി ഇത് നിങ്ങൾ തവി ഉപയോഗിച്ച് ഇളക്കരുത്. ഇത് സാവകാശം ഒരു തുണി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ല ചൂടൻ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഞാനിവിടെ നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ നമ്മുടെ മീൻ പൊള്ളിച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ കപ്പയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഇത് തേങ്ങാപ്പാലിൽ വെന്തത് കൊണ്ട് വളരെ ടേസ്റ്റുണ്ട്. അതേപോലെ തന്നെ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ ഉണ്ട്. ഗ്രേവിയും നല്ല തിക്ക് ഗ്രേവിയാണ്. ഇനി ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നാടൻ മീനിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് മാത്രമല്ല, നമുക്ക് ഏരി അതേപോലെ തന്നെ കിളിമീൻ ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ അടുത്ത റെസിപ്പിക്കായിട്ട് കാത്തിരിക്കുക. വീണ്ടും കാണാം.